നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പണത്തിനു വേണ്ടി സ്വന്തവും ബന്ധവുമെല്ലാം മറക്കുന്നതാണ് കാലം. സ്വയം വരുത്തിവെച്ച ബാധ്യതകൾ തീർക്കാൻ ഒന്നും അറിയാത്തവരെ ബലിയേടാക്കുക. മനുഷ്യർ ഇങ്ങനെ നീചകൃത്യങ്ങൾ തുടരുമ്പോൾ എങ്ങോട്ടാണ് സമൂഹത്തിന്റെ പോക്കെന്ന ഭീതിയോടെ തന്നെ വീക്ഷിക്കേണ്ടി വരും. ആർത്താറ്റ വീട്ടമ്മയുടെ കൊലപാതകവും അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് ബന്ധുക്കളും പ്രദേശവാസികളും മുക്തരായിട്ടില്ല. അതേസമയം പ്രദേശവാസികളുടെ ജാഗ്രതയിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടിച്ചത് ആശ്വാസം. ആർത്താറ്റ് കിഴക്കുമുറി നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സിന്ധുവിന്റെ ബന്ധുകൂടിയായ മുതുവറ സ്വദേശി കണ്ണനാണ് പ്രതി. സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നും 12 പവനോളം സ്വർണം പോലീസ് കണ്ടെത്തി. പ്രതിക്ക് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും ഇതിന് പരിഹാരമായിട്ടാണ് കൊലപാതകം നടത്തിയത്. മുതുവറയിലെ വീട്ടിൽ നിന്ന് പ്രതി കണ്ണൻ വൈകിട്ട് 6 മണിയോടെ പുറപ്പെട്ട് ആർത്താറ്റ് സിന്ധുവിന്റെ വീട്ടിലേക്ക് രാത്രി 7 മണിയോടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. ഭർത്താവ് മണികണ്ഠൻ പുറത്തുപോയ തക്കം നോക്കി ഇയാൾ വീട്ടിലെത്തി സ്വർണം കവരുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിലാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയത്. അടുക്കളയിൽ പണിയെടുത്തിരുന്ന സിന്ധുവിനെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു. മണികണ്ഠൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അടുക്കളയിൽ സിന്ധുവിനെ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. കൊലപാതകം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ണനെ ആനായിക്കൽ ചീരംകുളം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി 8ഓടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കൊലപാതക ലക്ഷ്യത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയതെന്ന് പ്രതി കണ്ണൻ പോലീസിനോട് സമ്മതിച്ചു. കൊല നടത്താനുള്ള വലിയ വെട്ടുകത്തി തൃശൂരിൽ നിന്നും വാങ്ങി കവറിലാക്കിയാണ് ഇയാൾ വീട്ടിലെത്തിയത്. മണികണ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെയും വെട്ടുമായിരുന്നെന്നും പ്രതി പറഞ്ഞതാണ് വിവരം. അതേസമയം തെളിവെടുപ്പിനിടെ പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമവുമുണ്ടായി. പോലീസ് വലയത്തിനുള്ളിലായിരുന്ന പ്രതിയെ സിന്ധുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഘടിതമായ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. പോലീസ് അവസരോചിതമായി ഇടപെട്ടതിനാൽ പ്രതിയെ മർദ്ദനമേൽക്കാതെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. സംഭവം നടന്ന ആർത്താറ്റ് കിഴക്കുമുറിയിലെ വീട്ടിലെത്തിയ പ്രതി നിർവികാരനായാണ് പെരുമാറിയത്. അപ്രതീക്ഷിതമായാണ് സിന്ധുവിന് ജീവൻ നഷ്ടമായത്. അതും ഒരു തെറ്റും ചെയ്യാതെ. ഒരു കുടുംബമാണ് കണ്ണീരിലമർന്നത്. പണത്തിനു വേണ്ടി ക്രൂരമായി ജീവൻ എടുത്തതോ സ്വന്തം സഹോദരി ഭർത്താവ്. മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം മോഹിച്ച് കവർച്ച നടത്തുന്നതും കൊലപാതകങ്ങളും ഇന്ന് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. പണിയെടുത്ത് വിയർപ്പൊഴുക്കി മറ്റുള്ളവർ സമ്പാദിച്ചത് കവരുക മാത്രമല്ല, അവരുടെ ജീവൻ കൂടി കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാവാത്തതാണ്. കള്ളന്മാരെ പേടിച്ച് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ലെന്ന് ചുരുക്കം. കോടികൾ ചിലവഴിച്ച് പരിപാടികൾ നടത്തുമ്പോൾ അവിടെ ഒരുക്കുന്ന സുരക്ഷാ വീഴ്ചകൾക്ക് ഉത്തമ ഉദാഹരണമാണ് കല്ലൂർ സ്റ്റേഡിയത്തിലെ അപകടം. MLA ഉമാ തോമസ് സ്റ്റേഡിയത്തിൽ നിന്നും താഴെ വീണുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമ്മൾ ഓരോരുത്തരും ഞെട്ടലോടെ കണ്ട ദൃശ്യം. ഇപ്പോഴും ഉമാ തോമസ് ചികിത്സ തുടരുകയാണ്. ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സുരക്ഷിതത്വമില്ലാതെ കെട്ടിപ്പൊക്കിയ സ്റ്റേജിന് ആരാണ് അനുമതി കൊടുത്തത്? സംഘാടകരുടെ ഉത്തരവാദിത്വമില്ലായ്മ വരുത്തിവെച്ചത് വലിയ ദുരന്തവും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഇതിനു വഴിവെച്ചത് സ്റ്റേജ് നിർമ്മാണത്തിലടക്കമുള്ള കടുത്ത സുരക്ഷാ വീഴ്ചകളാണെന്ന വസ്തുത പുറത്തുവരികയാണ്. അപകട സാഹചര്യത്തിന്റെ മുഖ്യ കാരണക്കാരായ സംഘാടകരുടെ മാത്രമല്ല, സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ വിശാല കൊച്ചി വികസന അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ സംഭവിച്ച ഗൌരവതരമായ നോട്ടക്കുറവിലേക്കും ഉത്തരവാദിത്തമില്ലായ്മയിലേക്കും കൂടി ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 11,600 നർത്തകർ ഗിന്നസ് റെക്കോർഡിനായി ഒരുമിച്ച് ഭരതനാട്യം പരിപാടിക്കിടെയായിരുന്നു ദാരുണമായ അപകടം. ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ MLA അടക്കം ഒരാൾക്കും അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സംഘാടകർ എടുക്കേണ്ടിയിരുന്നെങ്കിലും അതുണ്ടായില്ല. സുരക്ഷാ സംവിധാനങ്ങളിൽ തികഞ്ഞ അലംഭാവമാണുണ്ടായത് എന്നതിന് ആദ്യ തെളിവ് കാണികളുടെ ഇരിപ്പിടത്തിനു മുകളിൽ അശാസ്ത്രീയമായി കെട്ടിയുയർത്തിയ ഉദ്ഘാടന വേദി തന്നെയായിരുന്നു. 15 അടി ഉയരമുള്ള ഈ വേദിയിൽ നിന്നാണ് MLA താഴേക്ക് വീണത്. പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനുമായി സ്റ്റേഡിയത്തിലെത്തിയത് രക്ഷാകർത്താക്കളും അധ്യാപകരും സംഘാടകരും ഉൾപ്പെടെ 25,000-ഓളം പേരാണ്. ഇത്രയേറെ പേർ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രാഥമിക സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കിയില്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ADGPയും സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെ മുഖ്യ അതിഥികളായി എത്തിയ വേദിയിൽ
സുരക്ഷാ ബാരിക്കേഡുകൾ നിർമ്മിച്ചിരുന്നില്ല. ഉയരത്തിൽ നിർമ്മിക്കുന്ന വേദികളിൽ നിന്ന് ആളുകൾ വീണ് അപകടമുണ്ടാകാതിരിക്കാൻ ചുറ്റും ഉറപ്പുള്ള ബാരിക്കേഡുകൾ നിർമ്മിക്കണമെന്നത് സുരക്ഷയുടെ ബാലപാഠമാണ്. ഇതിനു പകരം വിമാനത്താവളങ്ങളിലും മറ്റും തിരക്ക് നിയന്ത്രിക്കാൻ കുറ്റികളിൽ നാട വലിച്ചുകെട്ടുന്ന ക്യൂ മാനേജർ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഗാലറിയിലെ ഇരിപ്പിടത്തിനു മുകളിലായി വേദി നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് ഇപ്പോൾ ആവർത്തിക്കുന്ന GCDA ചെയർമാൻ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തത് അനധികൃതമായി നിർമ്മിച്ച ഇതേ വേദിയിലിരുന്നാണ്. കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുനൽകുമ്പോൾ അതിനുവേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താതെ പോയത് എന്തുകൊണ്ടാണ്? GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വേണ്ടത്ര പരിശോധന നടത്തിയിരുന്നെങ്കിൽ സുരക്ഷാ വീഴ്ചകൾ മുൻകൂട്ടി കണ്ടെത്താമായിരുന്നു. MLAയ്ക്ക് അപകടമുണ്ടായ ശേഷം വേദി പരിശോധിക്കാൻ പാഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പരിപാടിക്ക് മുൻപേ ഇതേ ശ്രദ്ധയോടെ വേദി പരിശോധിച്ചിരുന്നെങ്കിലും ദുരന്തം ഒഴിവാക്കാമായിരുന്നു. സംഗീത പരിപാടികൾ ഉൾപ്പെടെ 10,000-ങ്ങളെ കുത്തിനിറച്ചുള്ള മെഗാ പരിപാടികൾ നാടെങ്ങും തലങ്ങും വിലങ്ങും നടക്കുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്ന അടിസ്ഥാന പാഠം മിക്കപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസോ അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താനും പ്രാഥമിക ചികിത്സയൊരുക്കാനും പരിശീലനം നേടിയവരോ ഇല്ലാതെയാണ് ഇത്തരം പരിപാടികളിലേറെയും നടക്കുന്നത്. ഉമാ തോമസിന് അപകടമുണ്ടായപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഗുരുതര പരിക്കേറ്റ് കിടന്ന MLAയെ കയ്യിലും തോളിലും തൂക്കിയെടുത്ത് ആംബുലൻസിലേക്ക് മാറ്റുന്ന രംഗങ്ങൾ ട്രോമാ കെയറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പ്രാകൃതാവസ്ഥ എടുത്തു കാട്ടുന്നതായി. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. സുരക്ഷാ മുൻകരുതലുകൾ ലാഘവത്തോടെ കണ്ട് സംഘാടകർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതോടൊപ്പം ഇത്തരം വേദികളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിലും കൃത്യമായ ഇടപെടുന്നതിലും വിട്ടുവീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കും മാറി നിൽക്കാനാവില്ല. ഇനിയും ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കപ്പെടരുത്. അതിന് മാതൃകാപരമായ കർശനമായ നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ 2025 പിറന്നു. പുതിയ പ്രതീക്ഷകളുടേതാണ് എല്ലാവർക്കും പുതിയ വർഷം. അതുകൊണ്ട് തന്നെ പുതുവർഷം ആഘോഷം തകർത്തങ്ങ് ആഘോഷിക്കും. ഇത്തവണയും ആഘോഷ ആർഭാടങ്ങളോടെയാണ് പുതിയ വർഷത്തെ വരവേറ്റത്. ആഘോഷങ്ങൾക്കിടയിലെ ആക്രമണങ്ങൾക്കും ഒരു കുറവുമില്ല. പോയ കാലത്തെ ആകുലതകളെല്ലാം മറന്ന് പ്രതീക്ഷയുടെയും നന്മയുടെയും നവവർഷത്തെ വരവേറ്റു. വെല്ലുവിളികളുടെയും അതിജീവനത്തിന്റെയും ഒരുമയുടെയും വർഷമാണ് കടന്നുപോയത്. പലർക്കും 2024 വിജയവർഷമായിരുന്നുവെങ്കിലും മറ്റൊരു പക്ഷത്തിന് അത് അതിജീവനത്തിന്റെയും വേർപാടിന്റെയും പ്രയാണമായി. ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മെ ഏറ്റവും മനോഹരവും ഏറ്റവും കൈപ്പേറിയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. വേദനകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യർ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. തകർന്ന ജീവിതങ്ങൾ പുനർനിർമ്മിക്കപ്പെടുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ബീജങ്ങൾ മുളപൊട്ടുന്നു. ജീവിതത്തിന്റെ കനൽ ചൂടിൽ പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചെങ്കിലും കാലം അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നും നേടാൻ മറ്റൊന്നിനെ കൈവിടുമ്പോൾ പുതിയ പരീക്ഷണങ്ങളെ നേരിടാൻ നാം നിർബന്ധിതരാകുന്നു. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നഷ്ടങ്ങളുടെ തിരിച്ചറിവും കൂടെ വേണം എന്ന പാഠവും 2024 നമ്മെ പഠിപ്പിച്ചു. പ്രതീക്ഷകളുടെ പൊൻകിരണം പരത്തിക്കൊണ്ട് പുതിയ വർഷം പിറക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തിന്റെ പാഠങ്ങൾക്കൊപ്പം യാത്ര തുടരാം. ഓരോ പ്രതിസന്ധിക്ക് പിന്നിലും ഒരു സന്തോഷമുണ്ട്. ഓരോ നഷ്ടത്തിനു പിന്നിലും നേട്ടവുമുണ്ട്. 2025 നമുക്ക് ഓരോരുത്തർക്കും വിജയത്തിന്റെയും ഒരുമയുടെയും വർഷമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ ആഘോഷത്തിനിടെ കൊലയും ആക്രമണവും വേറെ. തൃശൂരിൽ 14 വയസ്സുകാരനാണ് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നത്. രാത്രി പെൺസുഹൃത്തുമായി പോകുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുത്തിക്കൊന്നത്. ലഹരിക്കടിമപ്പെട്ട കുട്ടികളാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ന്യൂ ഇയർ ആഘോഷത്തിനിടെയായിരുന്നു സംഭവം. നിരവധിയിടങ്ങളിൽ തല്ലും വഴക്കും അക്രമവും ഏറെ. ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈം കേസുകൾ ഉൾപ്പെടെ 293 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപാനം, കഞ്ചാവ് ബീഡിയുടെ ഉപയോഗം, പുകയില ഉൽപ്പന്ന വിൽപ്പന, പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വയ്ക്കൽ, പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള കരുതൽ തടങ്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയും 2 ക്രൈം കേസുകളുമുണ്ട്. 1613 ഗതാഗത നിയമലംഘനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഘോഷങ്ങൾ കളറാക്കുന്നതിൽ തെറ്റില്ല. പുതിയ പ്രതീക്ഷകളോടുകൂടി പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ ആ വർഷം ജീവിതം ഇല്ലാതാക്കാനുള്ള അതിക്രമങ്ങൾ വരുത്തിവെക്കാനുള്ള ഇടവരുത്തരുത്. ലഹരി ഇല്ലാതെയും ആഘോഷിക്കാമല്ലോ. മദ്യവും മയക്കുമരുന്നും കൂടി ചേർന്നുള്ള ആഘോഷങ്ങൾ വരുത്തിവെക്കുന്നത് വലിയ വിപത്താണ്. അതുകൂടി ഈ പുതുവർഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പേടിക്കാതെ റോഡിലിറങ്ങാൻ കഴിയാത്ത ഗതികേടായി.
ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന അപകടങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. അപകട മരണവും കുറവല്ല. ട്രാഫിക് നിയമങ്ങൾ കർക്കശമാക്കുമ്പോഴും ട്രാഫിക് പരിശോധന കർശനമാക്കുമ്പോഴും അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നും വരുന്നില്ല എന്നതാണ് വാസ്തവം. നിയമലംഘനങ്ങളും റോഡിന്റെ ശോചനീയാവസ്ഥ, ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, അശ്രദ്ധ തുടങ്ങി നിരവധി കാരണങ്ങളാണ് അപകടക്കെണിക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചിരുന്നു. അൽ അമീൻ സ്കൂളിന് സമീപത്തുള്ള രായ്മരിക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ ഷെബീദയാണ് മരിച്ചത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണ ചുമതലയുള്ള ബാബ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടോറസ് ലോറിയാണ് ഷെബീദയുടെ തലയിലൂടെ കയറിയിറങ്ങിയത്. പട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപത്ത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന യാർഡിലേക്ക് വന്നതായിരുന്നു ലോറി. ലോറി പിറകിലേക്ക് എടുക്കുന്നതിനിടെ ദേഹത്ത് തട്ടിയതിനെ തുടർന്ന് വീണ ഷെബീദയുടെ തലയിലൂടെ കയറിയിറങ്ങുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപകടം നടന്ന തൽക്ഷണം തന്നെ യുവതി മരിച്ചു. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ 68-കാരി മരിച്ചത് കാലിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയാണ്. 1-ാം കല്ല് പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. കുന്നംകുളത്തേക്ക് പോകാൻ 1-ാം കല്ലിൽ ബസ് കാത്തിരിക്കുകയായിരുന്ന നബീസ ബസ് മാറിക്കയറുകയും ഇതറിഞ്ഞ ഉടനെ ബസിൽ നിന്ന് ചാടിയിറങ്ങിയ ഇവരുടെ കാലിന് മുകളിലൂടെ ബസിന്റെ പുറകുവശത്തെ ചക്രം കയറുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇതുകൂടാതെ ഈ ആഴ്ചയിൽ മേഖലയിൽ അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ കണക്കും കുറവല്ല. ബൈക്ക് യാത്രികരും കാൽനട യാത്രികരുമാണ് അപകടത്തിൽപ്പെട്ടതിലേറെയും. അമിത വേഗത, ട്രാഫിക് നിയമം ലംഘിക്കൽ, ലഹരി ഉപയോഗം, അശ്രദ്ധ തുടങ്ങി നിരവധി കാരണങ്ങളാണ് അപകടത്തിന് വഴിവെക്കുന്നത്. ഒടുവിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന അവസ്ഥ. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയെന്ന് പറയുമ്പോഴും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതാണ് ചോദ്യം. ഈ പരിശോധനകളെല്ലാം വെറും പിഴ ചുമത്തുന്നതിൽ ഒതുങ്ങുമെന്നല്ലാതെ എന്ത് കാര്യം? സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കർശനമാക്കിയും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ബോധവൽക്കരണവും ഊർജിതമാക്കിയാണ് കേരള പോലീസിന്റെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. എന്നിരുന്നാലും ഇതൊന്നും തന്നെ അപകട വർധനവിന് തടയിടാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ സ്വയം ശ്രദ്ധിക്കുക, അതുതന്നെയാണ് ഏറ്റവും ഉചിതം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പോലെയാണ് കർഷകരുടെ അവസ്ഥ. പ്രത്യേകിച്ച് ഈ പന്നികൾ കാരണം കൃഷി നശിക്കുന്നത് സർവ്വസാധാരണമാണ്. ഒടുവിൽ പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതിയും സർക്കാർ ഇറക്കി. ഇവിടെ അങ്ങനെ ഒരു പന്നിയെ ഷൂട്ടർ വെടിവെച്ചു കൊന്നു. എന്നാൽ പ്രശ്നം വേറെയാണ്. പന്നിക്ക് ഷോക്ക് ഏറ്റുവോ എന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. അതിനുള്ള കാരണവുമുണ്ട്. വെള്ളറക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് പന്നിക്ക് ഷോക്കേറ്റതുകൊണ്ടാണ് പന്നി അവശനിലയിലാകാൻ കാരണമെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും ആരോപിച്ചു. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് അവശനിലയിൽ പന്നിയെ കണ്ടെത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട്, എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VJ ഗീവർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ US ഷനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷൂട്ടർ അലക്സ് പാലക്കൽ 2 തവണ വെടിയുതിർത്ത് പന്നിയെ കൊന്നു. ഇതിനുശേഷം പാടശേഖരത്തിൽ തന്നെ സംസ്കരിച്ചു. പന്നി കിടന്നിരുന്നതിന് തൊട്ടടുത്ത് കമ്പി കൊണ്ട് വേലി നിർമ്മിച്ചിട്ടുണ്ട്. പന്നികളുടെ ആക്രമണം തടയാൻ സോളാർ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് കമ്പിവേലി നിർമ്മിച്ചത് എന്നാണ് പാടശേഖരത്തിന്റെ ഉടമ പറയുന്നത്. എന്നാൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും സർവീസ് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ, KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർവീസ് വയറും വൈദ്യുതി ലൈനിൽ സർവീസ് വയർ കൊളുത്തുവാൻ വടികൊണ്ട് നിർമ്മിച്ച തോട്ടിയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പന്നിക്ക് ഷോക്കേറ്റതായുള്ള ലക്ഷണമില്ലെന്നും വേലിച്ചാടി കടന്നപ്പോൾ എലിതെറ്റിയതാകാമെന്നും വിശദമായി അന്വേഷണം നടത്തുമെന്നും വനപാലകരും അറിയിച്ചു. അതേസമയം പാടശേഖരത്തിൽ സ്ഥാപിച്ച കമ്പിവേലിയിൽ പന്നിയെ പിടികൂടുവാൻ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 2 ദിവസം മുമ്പ് പ്രദേശവാസിയായ രാകേഷിന് ഈ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായി വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. ആരാന്നറിയില്ല, വ്യക്തമായിട്ട് നമുക്ക് ആളുകളെ മനസ്സിലായിട്ടില്ല. വലിയൊരു അപകടമാണ് തലനാരഴക്കി രക്ഷപ്പെട്ടത്. അദ്ദേഹം അത് ആ വിവരം ഇവിടെ പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ KSEBയുടെ ലൈനിന്റെ മുകളിൽ നിന്ന്
സർവീസ് വയർ ഉപയോഗിച്ച് സർവീസ് വയറിയും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വെക്കുന്ന കുരുക്ക് മൃഗങ്ങൾക്ക് മാത്രമല്ല പലപ്പോഴും മനുഷ്യ ജീവൻ കൂടി കവരാറുണ്ട്. ഏതാനും മാസം മുമ്പ് മേഖലയിൽ സഹോദരന്മാരായ 2 പേർ ഇത്തരത്തിലുള്ള അപകടത്തിൽ മരിച്ചിരുന്നു. അതുകൊണ്ട് അനധികൃതമായി ഇത്തരം വൈദ്യുതി വേലി നിർമ്മിക്കുന്നത് കർശനമായി തടയിടേണ്ടതാണ്. കൂടുതലും മനുഷ്യവാസമുള്ള പ്രദേശമാണല്ലോ, അറിയാതെ വന്ന് വലിയ അപകടക്കെണിയിലായി പെട്ടുപോകും. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി അനിവാര്യമാണ്. മാറ്റങ്ങളാണ് നവീകരണത്തിന് തുടക്കമിടുന്നത്. കാലത്തിനനുസരിച്ച് പഴമയെ മൂടികൂട്ടുന്നത് സ്വീകാര്യവുമാണ്. ഐതിഹ്യമുറങ്ങുന്ന ചരിത്രമുറങ്ങുന്ന ഗുരുപവനപുരിയിൽ ഒരു മാറ്റത്തിനു കൂടി തുടക്കമാവുകയാണ്. ഭക്തിയുടെ പ്രതീകമായ ഗുരുവായൂരിലെ മഞ്ജുളാൽ തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റി സ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. കിഴക്ക് ഭാഗത്തു നിന്ന് ഗുരുവായൂരിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന മഞ്ജുളാൽ പ്രസിദ്ധമാണ്. മഞ്ജുള എന്ന ബാലികയുടെ ഭക്തിയാണ് മഞ്ജുളാലിലൂടെ തലപൊക്കുന്നത്. നിത്യവും ഗുരുവായൂരപ്പന് മാല ചാർത്തിയിരുന്ന മഞ്ജുളയ്ക്ക് ഒരു ദിവസം അതിന് കഴിഞ്ഞില്ല. മഞ്ജുള എത്തുമ്പോഴേക്കും ക്ഷേത്രനട അടച്ചിരുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയോട് ആ മാല ആലിൽ ചാർത്താൻ അതുവഴി വന്ന പൂന്താനം നമ്പൂതിരി ആവശ്യപ്പെട്ടു. പൂന്താനത്തിന്റെ നിർദ്ദേശപ്രകാരം മഞ്ജുള ആ മാല ആലിൽ ചാർത്തി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രനട തുറന്ന് മേൽശാന്തി വിഗ്രഹത്തിലെ മാലകൾ നീക്കം ചെയ്തു തുടങ്ങി. എന്നാൽ ഒരു മാല മാത്രം നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവിടെ എത്തിയ പൂന്താനം അത് തലേ ദിവസം മഞ്ജുള ആലിൽ ചാർത്തിയ മാലയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ വിവരം മേൽശാന്തി അടക്കമുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യമാണ് മഞ്ജുളാൽ എന്ന പേരിന് കാരണമായത്. മഞ്ജുളാലിന് പ്രൗഢിയേകുന്നത് ആൽത്തറയിലെ ഗരുഡ പ്രതിമയാണ്. 55 വർഷം മുമ്പ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. ഇതുമാറ്റി വെങ്കല പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവും രൂപഭാവവും മാറാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമയിൽ വെങ്കലം പൊതിയുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് ഇത് നിർമ്മിക്കുന്നത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽത്തറ കരിങ്കൽ പാളികൊണ്ട് ഉയർത്തിക്കെട്ടും. ആലിന് പടിഞ്ഞാറു ഭാഗത്തെ കുചേലന്റെ ശില്പവും മാറ്റിപ്പണിയും. നവീകരണം പൂർത്തിയാകുന്നതോടെ മഞ്ജുളയുടെ പ്രതിമയും സ്ഥാപിക്കും. 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പിള്ളിയുടെ വഴിപാടാണിത്. വിഷുവിന് ഗുരുവായൂരിലെത്തുന്നവരെ വരവേൽക്കുന്നത് വെങ്കല പ്രതിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ചേലിൽ മഞ്ജുളാൽ ഇനി കളറാകും. ഗുരുവായൂരിന്റെ പ്രൗഢിക്ക് ഒട്ടും കോട്ടം വരുത്താതെയാണ് പുനർനിർമ്മാണം. 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകും എന്നാണ് പറയുന്നത്. എന്തായാലും വിഷുവിന് കണ്ണനെ കണി കാണാൻ എത്തുന്നവർക്ക് ഒരു കണി കൂടി പ്രതീക്ഷിക്കാം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.